ഞങ്ങളോർത്ത് വീടിന് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അങ്ങോട്ട് എത്തിപ്പെടാനും ചേറ് കാരണം എത്തിപ്പെടാനും ഇല്ല. വെട്ടം വിളിച്ച് യാതൊരു സംവിധാനങ്ങളില്ല. വഴികൾ മുഴുവനും ഇലക്ട്രിക് ലൈൻ വീണ് ബ്ലോക്കായി. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായി. വൻ വൃക്ഷങ്ങൾ വന്ന് ഈ വീടിനോട് ഇടിച്ചതാണ്. ജോസഫൈൻ്റെ മൃതദേഹം കണ്ടെത്തുമ്പോൾ കട്ടിൽ കിടക്കുന്ന രീതിയിൽ തന്നെയായിരുന്നുവെന്ന് രക്ഷാപ്രവർത്തകർ പറഞ്ഞു. വൻ വൃക്ഷങ്ങൾ വന്ന് ഇടിച്ച് വീടിനോട് ഇടിച്ചുകൊണ്ട് വീടിരുന്ന സ്ഥലത്തു നിന്നും അല്പദൂരം മാറിയാണ് റെജീനയുടെ മൃതദേഹം രാവിലെ 8 മണിയോടെ തന്നെ കണ്ടെത്തിയത്. ഇപ്പോഴും മഴ തുടരുകയാണ്. മകൻ ആക്സിഡന്റ് ആയിട്ട് കാലിൽ എപ്പോഴും ഞങ്ങൾ ഈ ബോഡി എടുക്കുമ്പോഴും കാലിൽ ആക്സിഡന്റ് പറ്റിയതിന്റെ കെട്ടുണ്ട്. പൂഞ്ഞാറിൽ മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട അമ്മയ്ക്കും മകനും നാട് കണ്ണീരോടെ വിട നൽകുകയാണ്. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ പയ്യാനിത്തോട്ടത്തിൽ മണപ്പാട്ട് ജോണിയുടെ ഭാര്യ റെജീന, മകൻ 27 വയസ്സുള്ള ജോസഫൈൻ എന്നിവരാണ് ഇന്നലെ പുലർച്ചെയുണ്ടായ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ടത്. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇവരുടെ വീട് പൂർണ്ണമായും തകരുകയായിരുന്നു. ഈ സമയം ഇവർ രണ്ടുപേരും മാത്രമായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്നത്. മണ്ണിനടിയിൽ നിന്നാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത്. ഇപ്പോൾ ഇവരുടെ വീടിനോട് ചേർന്നുള്ള പയ്യാനിത്തോട്ടത്തിലെ സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഇവരുടെ സംസ്കാരം നടത്തുന്നതിനായി മൃതദേഹങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. പാരിഷ്കാളിൽ പൊതുദർശനത്തിന് ഇരുവരുടെയും മൃതദേഹങ്ങൾ പൊതുദർശനത്തിനായി വെച്ചിരിക്കുകയാണ്. നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കവടങ്ങൾ ഉയർത്തുകയും രക്ഷാകരമായ ദിവസത്തിൽ വിജയത്തിരഞ്ഞെടുപ്പവർക്കായി ലോകാന്തര സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സുഖിലായത്തിലേക്ക് ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിലും വിജയ കൃപയാനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. രണ്ടു വർഷം മുൻപാണ് ജോണിയും കുടുംബവും പുതിയ വീട് വെച്ച് ഇവിടെ താമസം ആരംഭിച്ചത്. അതിനിടയിലാണ് ഈ ദാരുണമായ ദുരന്തമുണ്ടാകുന്നത്. ഇവരുടെ വീടിന് മുകളിലായി വലിയ മണ്ണ് ഉണ്ട്. അവിടെ നിന്ന് മണ്ണിടിഞ്ഞ് വന്നാണ് ഈ ദുരന്തമുണ്ടായത്. വീട് പൂർണ്ണമായും മണ്ണിനടിയിലാകുകയായിരുന്നു. അയൽവാസിയായ ബിനോയിയാണ് ഇത് ജോണി ആദ്യം വിളിക്കുന്നത്. ജോണിയോട് നീ വീട്ടിലില്ലേ എന്ന് ചോദിക്കുകയും ജോണി എന്നാൽ സുഹൃത്തിൻ്റെ വീട്ടിലാണെന്ന് പറയുകയുമായിരുന്നു. ഭാര്യയും മകനുമാണ് ആ വീട്ടിലുണ്ടായിരുന്നതെന്ന് മനസ്സിലാകുന്നു. ഉടൻ തന്നെ ആദ്യം ഈ വീട്ടിലേക്ക് എത്തുന്നത് ബിനോയ് തന്നെയാണ്. ബിനോയ് വന്ന് നോക്കുമ്പോൾ കാണുന്നത് ഹൃദയഭേദകമായ കാഴ്ച തന്നെയാണ്. വീട് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു. പിന്നീട് വിവരം അറിഞ്ഞ ജോണി സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു. രണ്ട് പെൺമക്കളാണ് ജോണിക്കുള്ളത്. അവർ ആദ്യ മകളുടെ ഭർത്തൃ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. സഹോദരി 2 മക്കളും ആ വീട്ടിലാണ് ഉണ്ടായിരുന്നത്. ഈ വീട്ടിൽ ഈ ദുരന്തമുണ്ടാകുമ്പോൾ അമ്മയും മകനും മാത്രമാണ് ഉണ്ടായിരുന്നത്. ജോസഫൈൻ്റെ മൃതദേഹം കണ്ടെത്തുമ്പോൾ കട്ടിൽ കിടക്കുന്ന രീതിയിൽ തന്നെയായിരുന്നുവെന്ന് രക്ഷാപ്രവർത്തകർ പറഞ്ഞു. ഉടൻ തന്നെ ഇങ്ങനെ ഈ മണ്ണിനടിയിൽ നിന്ന് എത്തിച്ച് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അത്രയ്ക്കും വലിയ ദുരന്തം തന്നെയാണ്. ഈ നാടിനെ ആകെ നൊമ്പരത്തിലാഴ്ത്തിയ ഒരു ദുരന്തം തന്നെയാണ് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ പയ്യാനിത്തോട്ടം എന്ന സ്ഥലത്ത് നടന്നത്. അപ്രതീക്ഷിതമായി ഉണ്ടായ ശക്തമായ മഴയെ തുടർന്നാണ് ഈ ദുരന്തമുണ്ടാകുന്നത്. മണ്ണിടിച്ചിലിൽ ഈ കുടുംബം വീട് പൂർണ്ണമായും തകരുകയും അമ്മയും മകനും ദാരുണമായ മരണം സംഭവിക്കുകയുമായിരുന്നു. ഈ നാടിന് ഏറെ പ്രിയപ്പെട്ടവർ തന്നെയായിരുന്നു മരണപ്പെട്ട റെജീനയും ജോസഫൈനും. ചെറിയ ജോലികളൊക്കെ ചെയ്ത് കുടുംബം പുലർത്തി വരികയായിരുന്നു. സാധാരണ കുടുംബത്തിലെ അംഗങ്ങളാണ് ഇവരെ ഈ കുടുംബത്തിനെ എന്നും എപ്പോഴും ഇവരെ നാട്ടുകാരൊക്കെ തന്നെ കാണുന്നതാണ്. ഞങ്ങളുടെ നാട്ടുകാരുടെ പ്രിയപ്പെട്ടവരായ 2 പേരുടെയും പെട്ടെന്നുള്ള വിയോഗത്തിൽ നാട് നൊമ്പരത്തോടെയാണ്
അത് കാണുന്നത്. ഇപ്പോഴും വലിയ ശക്തമായ മഴ ഇവിടെ തുടരുകയാണ്. മഴയെ അവഗണിച്ചു പോലും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അമ്മയും മകനെയും അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി യാത്രയാക്കുന്നതിന് വേണ്ടി ഇപ്പോഴും ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഈ സംഭവം അറിഞ്ഞു സംഭവം പറഞ്ഞാൽ ഇവിടെ നേവിയുടെ ഹെലികോപ്റ്ററുകൾ സാറിന് ഈ പരിസ്ഥിതിലോല പ്രദേശങ്ങളിൽ നിരീക്ഷണമുണ്ട്. അപ്പോൾ അതാണ് ഓർത്തത്. ചെറിയ സൗണ്ട് കേട്ടായിരുന്നു. നേവിയുടെ ഹെലികോപ്റ്റർ അന്നെടുത്ത് മുറ്റത്തിറങ്ങി. പക്ഷേ ഞാൻ മനസ്സിലായില്ല. ശക്തിയായ മഴയുള്ളതുകൊണ്ട് തോടും എല്ലാം പെട്ടെന്ന് പോയി നോക്കി. അപ്പോൾ വെള്ളം ഇച്ചിരി കലക്കലുണ്ട്, വെള്ളത്തിന് കൂടുതലായിട്ട് പവറും കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിച്ചു. ഞാൻ സുരക്ഷിതനാണോ, അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അവിടെ തൊട്ടടുത്തൊരു വേറൊരു വീടുണ്ട്. ആ വീട്ടിൽ ഒരു ഫാമുണ്ട്. ഈ ഫാമിൻ്റെ ഇതിലോട്ട് ഒന്ന് കല്ലും മണ്ണ് പിടിച്ച് പന്നിയുടെ ഫാമാണ്. പന്നി കാർച്ച്. അങ്ങനെ ആ കൂട്ടുകാരൻ പുറത്തേക്ക് അറിയിച്ചാണ് എന്നെ അന്വേഷിക്കുന്നത്. അപ്പോൾ ഞാൻ ഏറ്റവും തോടിൻ്റെ ഈ വക്കെ താമസിക്കുന്ന ആൾ. അതോടെ ഞങ്ങൾ ഓടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയ മണ്ണുകൂനയാണ് കാണുന്നത്. പിന്നെ ഒരു പോർച്ചുള്ളത് കൊണ്ട് അത് മറിഞ്ഞ് നിൽക്കുക. ഷീറ്റ് മേഞ്ഞ പോർച്ച. ഞങ്ങളോർത്ത് വീടിന് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അങ്ങോട്ട് എത്തിപ്പെടാനും ചേറ് കാരണം എത്തിപ്പെടാനും ഇല്ല. വെട്ട വിളിച്ച് യാതൊരു സംവിധാനങ്ങളില്ല. വഴികൾ മുഴുവനും ഇലക്ട്രിക് ലൈൻ വീണ് ബ്ലോക്കായി. അത് കഴിഞ്ഞാൽ ഒരു 3:30 കൂടിയാണ് എനിക്ക് ഈ സ്പോട്ടിലേക്ക് എത്താൻ പറ്റും. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായി. വൻ വൃക്ഷങ്ങൾ വന്ന് ഈ വീടിനോട്ട് ഇടിച്ചതാണ്. ജോണി ആ സമയത്ത് എവിടെ പോയി? ജോണി വേറൊരു ഹോസ്പിറ്റലിലെ ഒരാളെ തൽക്കാലം ഹോം നേഴ്സ് പിണങ്ങി പോയത് കൊണ്ട് തൽക്കാലം കൂട്ടുകിടക്കാൻ പോയതാണ്. അപ്പം പുള്ളി രാത്രി 8 മണിക്കാണ് പോകുന്നതാണ്. ഹോം നേഴ്സ് നോക്കിക്കൊണ്ടിരുന്ന ആള് ഇതായിട്ട് എന്തോ പ്രശ്നമുണ്ടായി. നല്ല അറിയാവുന്ന റെജീനയൊക്കെ നന്നായിട്ട് അറിയാം. റെജിനെ നന്നായിട്ട് അറിയാം. എൻ്റെ വൈഫ് ഈ സ്കൂളിൽ ജോലി ചെയ്യുന്ന എൻ്റെ വൈഫിൻ്റെ കൂടെ ജോലി ചെയ്യുന്നതാണ് റെജിനായി. മകനെ അറിയാവുന്ന മകൻ ആക്സിഡന്റ് ആയിട്ട് കാലിൽ എപ്പോഴും ഞങ്ങൾ ഈ ബോഡി എടുക്കുമ്പോഴും കാലിൽ ആക്സിഡന്റ് പറ്റിയതിന്റെ കെട്ടുണ്ട്. അപ്പം അത് ബോഡി എടുക്കുന്ന എല്ലാ സമയത്തും ഫുൾ സമയം ഉണ്ടായിരുന്നു. 2 ബോഡി എടുക്കാനും ഞാൻ കൂടെ ഉണ്ടായിരുന്നു. മകൻ കിടന്നെന്ന് പറഞ്ഞാൽ കട്ടിലിൽ നിന്ന് താഴെ പോയായിരുന്നു. കട്ടിൽ താഴെ പോയി ഇച്ചിരി ഇടുങ്ങിയ അവസ്ഥയ്ക്ക് പോയി ഇച്ചിരി ഓവറായ വെയിറ്റ് അവൻ്റെ ശരീരത്തിൽ പതിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് ഉരുളുപൊട്ടലല്ല, മണ്ണിടിച്ചിലാണ്. ഇത് മേഘസ്ഫോടനം എന്നാണ് വിദഗ്ധർ പറയുന്നത്. മേഘം ഈ ചുഴിയായി വന്ന് ഒരു പ്രദേശത്ത് പതിച്ചത് കൊണ്ട് വരാൻ സംഭവം എന്നാണ് വിദഗ്ധർ പറയുന്നത്. നമുക്കതേക്കുറിച്ച് അത്രയുള്ള ഗ്രാഹ്യമില്ല. അതാണ് അതിൻ്റെ കാര്യം. വൻ വൃക്ഷങ്ങൾ വന്ന് ഇടിച്ച് വീടിനോട്ട് ഇടിച്ചുകൊണ്ട് പോവായി. ഈ ആ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർ എന്താ ചെയ്യുന്നത്? ഞങ്ങൾ അവിടെ എല്ലാവരും കൃഷിക്കാരാണ്. ഞാൻ ഒരു മേസ്ത്രി തൊഴിലാളിയാണ്. ബാക്കിയുള്ളവരെന്ന് കൃഷിക്കാരാണ്. താമസിക്കാൻ പറ്റുമോ? താമസിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ പരിസ്ഥിതി ലോല പ്രദേശം എന്ന് പറയുന്നു. പക്ഷേ ഞങ്ങളവിടെ വർഷങ്ങളായിട്ട് അവിടെ ഇത് ഒരു 22 വർഷം മുമ്പ് ഇതുപോലൊരു ചെറിയ മണ്ണിടിച്ചിലേ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഇതുവരെ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ കാര്യം. ബൈക്ക് അപകടത്തെ തുടർന്ന് കാലൊടിഞ്ഞ് വീട്ടിൽ തന്നെ കിടക്കുകയായിരുന്നു ജോസഫൈൻ. പിതാവ് ചികിത്സയിൽ കഴിയുന്ന സുഹൃത്തിന് ഒപ്പം കൂട്ടി കിടക്കുന്നതിനായി അയാളുടെ വീട്ടിലേക്ക് പോയതായിരുന്നു. അമ്മയും മകനും മാത്രമായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്നത്. പെട്ടെന്നാണ് മണ്ണിടിച്ചിട്ടുണ്ടായത്. ഈ വീട് പൂർണ്ണമായും നാമാവശേഷമായി തകർന്നു എന്ന് തന്നെ പറയാം. ഏതാണ്ട് വീടിന്റെ കോൺക്രീറ്റ് 30 മീറ്റർ ഭൂമിയിൽ നിന്നും താഴ്ന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. ജോസഫൈന്റെ കാലിൽ ഒരു പ്ലാസ്റ്റർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തകർ എത്തുകയും വീട് കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടക്കുകയും ജോസഫൈനെ ആദ്യം തന്നെ കണ്ടെത്തുകയുമായിരുന്നു. പിന്നീടാണ് അമ്മയായ റെജീനയെ കണ്ടെത്തുന്നത്. വീടിരുന്ന സ്ഥലത്തു നിന്നും അല്പദൂരം മാറിയാണ് റെജീനയുടെ മൃതദേഹം രാവിലെ 8 മണിയോടെ തന്നെ കണ്ടെത്തിയത്. ഇപ്പോഴും മഴ തുടരുകയാണ്. ഇവരെ ഒരു നോക്ക് കാണുന്നതിനായി അവസാനമായി യാത്രയാക്കുന്നതിനായി നിരവധി ആളുകളാണ് സെൻറ് അൽഫോൺസ ചർച്ചിൻ്റെ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിച്ചേരുന്നത്. അത്രമേൽ ഈ നാടിന് പ്രിയപ്പെട്ടവരായിരുന്നു ഇരുവരും.